ഭവനത്തെ സംരക്ഷിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ പ്രവർത്തികളെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. എത്ര പേർക്ക് സന്തോഷം ഉണ്ട്? ഹല്ലേലൂയ. ആ കർത്താവിന്റെ വചനത്തിൽ ആശ്രയിക്കുവാൻ, ആ കർത്താവിന്റെ നാമത്തിലൊന്ന് ആശ്രയിക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. സ്വത്ര ഭവനത്തിനകത്ത് ആമേൻ ഒരു സ്വസ്ഥതയുമില്ലാതെ, ആമേൻ സ്വത്ര ഒരു സമാധാനവുമില്ലാതെ, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ, ഹല്ലേലൂയ, മുന്നേറുന്ന ദൈവജനമേ, ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട. യേശുവിന്റെ രക്തം നിങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ആമേൻ സ്വത്രം. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പേ ആമേൻ സ്വത്രം യേശു കർത്താവ് ഹല്ലേലൂയ ആമേൻ സ്വത്രം തന്റെ രക്തം ഹല്ലേലൂയ ആ കാൽവറിയിൽ ഒഴുക്കുവാൻ ഇടയായി തീർന്നു. ആമേൻ സ്വത്രം. തിരുവെഴുത്തുകളിൻ പ്രകാരം ആമേൻ സ്വത്രം ജനിക്കുകയും മരിക്കുകയും അടക്കപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത യേശു കർത്താവിന്റെ ആ സ്വർഗീയ പദ്ധതി കാൽവറിയിൽ പൂർത്തീകരിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ആദാമ്യ വർഗത്തെ മുഴുവനും പാപത്തിൽ ആഴ്ത്തിയ ആ പൈശാചികമായ ആമേൻ സ്വത്ര ആ പോരാട്ടത്തിൽ നിന്ന് സകല മാനവകുലത്തെയും ആമേൻ സ്വത്ര മഹത്വം അതിൽ ൂടെ സർവ്വലോകവും കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. യേശു അവസാന തുള്ളി രക്തവും വെള്ളവും ഒഴുക്കി നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയത് നമ്മെ അനാഥരായി വിടുവാനല്ല. ആമേൻ സ്വത്രം. നമുക്ക് പദവികളും സ്വത്ര അവകാശങ്ങളും നൽകി തന്നെ നമ്മെ മാനിക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇങ്ങനെ യേശുവിന്റെ രക്തം ആ കാൽവരിയിൽ ഒഴുക്കിയതിലൂടെ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുവിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് തന്റെ രക്തത്താലുള്ള വിടുതൽ. സ്തോത്ര. ആ രക്തത്തിൽ ആശ്രയിക്കുന്ന ദൈവജനത്തിന് എക്കാലത്തും വിടുതലുണ്ട്. അനുഗ്രഹമുണ്ട്, സംരക്ഷണമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ രക്തത്തിന്റെ ചില പ്രത്യേകതകളിലേക്ക് ഈ പ്രഭാതത്തിൽ നാം ഹല്ലേലൂയ കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാ. യേശുവിന്റെ രക്തത്തിന്റെ ഹല്ലേലൂയ അനുഗ്രഹം സ്വത്ര വിടുതൽ ഇന്ന് നമ്മുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്നാമത് ഇത് പരിശുദ്ധ രക്തമാണ്. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ രക്തം പരിശുദ്ധമാ, അത് പാപമില്ലാത്തതാണ്. പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞിട്ടേ നമുക്ക് പാപമോചനം സാധ്യമാകുകയുള്ളൂ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. സ്വത്ര. ഈ ലോകത്തിൽ ഇന്നുവരെയും ജനിച്ചു വീണ് മരിച്ച ഹല്ലേലൂയ സകലരും പാപത്താൽ ഉളവായവരാണ്. എന്നാൽ ഹല്ലേലൂയ പാപത്താൽ ജനിച്ചവരാണ്. എന്നാൽ പാപമില്ലാതെ സ്വത്ര ദൈവിക പദ്ധതി പ്രകാരം ആ തിരുവെഴുത്തുകളിൻ പ്രകാരം ഒരു കന്യകയിൽ ജനിക്കുകയും സ്വത്ര ദൈവിക പദ്ധതി പ്രകാരം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ഏക സ്വത്ര ഒരു മനുഷ്യനായി പിറന്നവനെന്ന് പറയുന്നത് നമ്മുടെ യേശു കർത്താവ് മാത്രമാ. അവിടുന്ന് ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. പക്ഷേ സ്വത്ര യേശു പാപിയെ സ്നേഹിച്ചിരുന്നു. പാപത്തെ വെറുത്ത്, അവനിൽ വാഴുന്ന പാപത്തെ വെറുത്ത്, പാപത്തെ നീക്കി സ്വത്ര ആ വ്യക്തിയെ സ്നേഹിക്കുന്ന യേശുവിനെ നമുക്ക് ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അങ്ങനെ യേശുവിന്റെ രക്തം പാപമില്ലാത്ത രക്തമത്രേ. അനേകരുടെ പാപമോചനത്തിനായി ചൊരിയപ്പെട്ട പരിശുദ്ധ രക്തമത്രേ യേശുവിൻ്റെത്. ഹല്ലേലൂയ. സ്തോത്രം. നാം തിരുവത്താഴ ശുശ്രൂഷകളിലെല്ലാം സ്തോത്ര കർത്തുമേശയിലെ പാനപാത്രം യേശുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശു ചൊരിഞ്ഞ രക്തം പരിശുദ്ധമായ രക്തം. സ്തോത്ര. ആ രക്തത്തിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ആശ്രയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മിൽ വാഴുന്ന ആ പാപത്തിന്റെ മ്ലേച്ഛതയുടെ ലോകത്തിന്റെ സ്വത്ര എല്ലാ അവകാശങ്ങളും മാറിപ്പോയി നാം ഈ പരിശുദ്ധ രക്തത്തിന് അവകാശികളായി തീരുവാൻ ഇടയാകും. സ്തോത്രം. ഇവിടെ കാണുന്നു മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 28-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന
ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. അതെ, ഹല്ലേലൂയ. ഇത് അനേകർക്കു വേണ്ടി, ആമേൻ സ്തോത്ര, ഇത് ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവർക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തം മാത്രമല്ല പ്രിയരെ, ഇത് അനേകർക്കു വേണ്ടി. ഏത് ഒരുവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവനിലേക്ക് ഈ പരിശുദ്ധ രക്തം വെളിപ്പെടുകയും അവനിൽ വാഴുന്ന പാപത്തിന്റെ സ്വതന്ത്ര അവകാശങ്ങളും പ്രവർത്തികളും മാറി അവനെ ഒരു വിശുദ്ധനാക്കി, ഒരു പരിശുദ്ധനാക്കി തീർക്കുന്ന ദൈവിക പദ്ധതി എത്രേ യേശുവിന്റെ രക്തത്തിനകത്തുള്ളത്. ഇവിടെ പറയുന്നു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ജനവും സകല മനുഷ്യരും പാപത്തിൽ ആണ്ടുകിടക്കുമ്പോൾ ദൈവത്തിന് അവരോട് ഇടപെടുവാൻ, ദൈവത്തിന് അവരുമായി ഒരു ബന്ധം പുലർത്തുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഈ ഒരു അവസ്ഥയ്ക്ക് എങ്ങനെ പരിഹാരം വരുത്തുമെന്ന് ആമേൻ സ്തോത്രം ചിന്തിച്ചപ്പോൾ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ആമേൻ സ്തോത്ര അവരുടെ പാപമോചനത്തിനായി നൽകുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്ര, നമ്മെ പോലെ ഒരു മനുഷ്യനായി ലോകത്തിൽ ആമേൻ സ്തോത്ര പിറന്നു വീണ യേശു കർത്താവ് ആമേൻ സ്തോത്ര മരിക്കുവാൻ വേണ്ടിയാണ് പിറന്നത്. എന്തിനു വേണ്ടി? നമ്മുടെ ഓരോരുത്തരുടെയും പാപമില്ലാത്ത ഒരു നല്ല നാളേക്ക് വേണ്ടി. പാപമില്ലാതെ സ്തോത്രം പിതാവായ ദൈവത്തോടുകൂടെ ആ നിത്യതയിൽ വാഴുവാൻ. ഹല്ലേലൂയ. ആമേൻ സ്തോത്ര. ക്രൂശിൽ കിടന്ന യേശുവിന്റെ വിലാപ്പുറത്ത് പടയാളികൾ കുന്തം കൊണ്ട് കുത്തുവാൻ ഇടയായി തീർന്നു. രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. തന്റെ മുഴു രക്തവും നമ്മുടെ മുഴു പാപങ്ങളും മായ്ക്കപ്പെടുവാനായി യേശു കർത്താവ് നൽകി തന്നു. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സ്തോത്രം നമുക്ക് സമാധാനമുണ്ടാക്കി. സ്തോത്ര, ഒരുവൻ ഹല്ലേലൂയ തന്റെ ജീവനെ അർപ്പിക്കുവാൻ തയ്യാറായതിനാൽ നമുക്ക് എല്ലാവർക്കും ഇപ്രകാരം ഭാഗ്യകരമായ പ്രത്യാശ നിറഞ്ഞ നല്ലൊരു ആത്മീക ജീവിതം സ്തോത്രം നമുക്ക് എല്ലാവർക്കും ലഭിക്കാനിടയായി തീർന്നു. പ്രിയരെ, ഇവിടെ പറയുന്നു ഹല്ലേലൂയ, ആ പടയാളി യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി സ്തോത്ര ആ രക്തവും സ്തോത്ര അവസാനത്തുള്ളി രക്തവും വെള്ളവും പുറപ്പെട്ടു വന്നത് നമ്മുടെ മുഴു പാപങ്ങളും സ്തോത്രം മോചിക്കുവാൻ വേണ്ടിയ. പാപം ഇരുന്നു കഴിഞ്ഞാൽ ദൈവപ്രസാദം ലഭിക്കത്തില്ല. പാപം നമ്മുടെ ജീവിതത്തിൽ വാഴാൽ സ്തോത്ര ദൈവത്തിൽ നിന്നൊരു നന്മ നമുക്ക് ലഭിക്കുവാൻ ഇടയാകത്തില്ല. പാപം നമ്മിൽ വാഴാൽ സ്തോത്ര എല്ലാ അശുദ്ധമായ പൈശാചിക പ്രവർത്തനങ്ങൾക്ക് നാം ഓരോരുത്തരും വിധേയപ്പെട്ടുപോകും. അറിയാതെ നമ്മിൽ നിന്ന് ആ പാപ സ്വഭാവം ഉളവാകുവാനിടയായി തീരും. ഇന്നും ഈ ലോകത്തിൽ പലരുടെയും പ്രവൃത്തി കാണുമ്പോൾ സ്തോത്ര മനുഷ്യനാണോ എന്ന് ഒരു നിമിഷം നാം ചിന്തിക്കാറില്ലേ? അത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ദൈവികമായ ഒരു നന്മയോ ഒരു അനുഭവമോ ആ വ്യക്തിയിൽ ഇല്ലാത്തതിനാൽ. എന്നാൽ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് യേശുവിന്റെ അതുല്യമായ സ്നേഹത്തിന് ഉടമകളായി ജീവിക്കുന്ന ഓരോ ദൈവജനത്തിനും ഹല്ലേലൂയ മനസ്സിനകത്തൊരു നന്മയുണ്ട്. അവന്റെ ജീവിതത്തിനകത്തൊരു ലക്ഷ്യമുണ്ട്. എന്നെ വിടുവിച്ചവൻ ഇവരെയും വിടുവിക്കണം, എന്നെ ശുദ്ധീകരിച്ചവൻ ഇവരെയും ശുദ്ധീകരിക്കണം. എനിക്ക് ലഭിച്ച ഈ വിടുതൽ ഈ ലോകം അറിയണം, ഈ ലോക ജനത അറിയണം. ഹല്ലേലൂയ. യേശു കർത്താവ് വന്നത് മുഴു മാനവ കുലത്തിന്റെയും മുഴു പാപത്തെയും പോക്കുവാനാണെങ്കിൽ അതിനകത്ത് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളും നിങ്ങളുടെ ഭവനവും നിങ്ങളുടെ തലമുറയും ഉൾപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പാരമ്പര്യമായി കടന്നു വരുന്ന പാപപ്രവർത്തികളിൽ നിന്ന് സ്തോത്രം നാം പ്രതീക്ഷിക്കാത്ത ചില പാപ സ്വഭാവങ്ങൾ നാം ഒരിക്കലും സ്തോത്രം ചിന്തിക്കാത്ത ചില പാപ സ്വഭാവങ്ങൾ നമ്മിൽ വെളിപ്പെടുന്നു എങ്കിൽ നാം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം മടങ്ങി വന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഒരുവന് വിടുതലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പാപം നിറഞ്ഞ
വ്യക്തിത്വത്തിന് ഉടമയായി നാം മുന്നോട്ട് പോയാൽ ആമേൻ സ്വോത്രം നമ്മുടെ ജീവിതം ഒരു ശൂന്യതയിലേക്കാ പോകുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലും ഇപ്രകാരം പറയുന്നു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി ആമേൻ നിയമത്തിനുള്ള എന്റെ രക്തം. ഇതൊരു പുതിയ നിയമമാണ് പ്രിയരെ സ്വോത്ര. അതിൽ ഇന്നലെ വരെയും നിന്റെ ജീവിതത്തിൽ ശത്രു ചില നിയമങ്ങൾ ഒരുക്കി വെച്ചേക്കാം. ആമേൻ സ്വോത്രം ചില നിയമാവലികളിൽ നിന്നെ അകപ്പെടുത്തി വെച്ചേക്കാം. എന്നാൽ ഹല്ലേലൂയ അതിൽ നിന്നെല്ലാം നിന്നെ വീണ്ടെടുക്കുവാൻ ഇതൊരു പുതിയ നിയമത്തിനുള്ള രക്തമാണ്. ആ നിയമം എന്താണ്? നിന്നെ പുറത്തു കൊണ്ടുവരിക, നിന്നെ ആ ദൈവ പൈതലാക്കി തീർക്കുക, ആ ശത്രുവിന്റെ അവകാശങ്ങളിൽ നിന്നും അവന്റെ അധികാരത്തിൽ നിന്നും ആമേൻ സ്വോത്ര അവന്റെ കുരുക്കിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരിക. ഇതാണ് ഹല്ലേലൂയ യേശു ആമേ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആമേൻ സ്വോത്ര വെളിപ്പെടുന്ന ഒന്നാമത്തെ നന്മ. ഇത് എങ്ങനെയുള്ള രക്തമാണ്? ഇത് പരിശുദ്ധ രക്തമാ. ഈ ലോകത്തിലെ ആമേ ഏതൊരു ചെറിയ ആമേൻ സ്വോത്രം പൈതലിനെ എടുത്താലും ആമേൻ സ്വോത്രം ഏതൊരു വ്യക്തിയെ എടുത്താലും അവന്റെ രക്തത്തിൽ അല്ലെങ്കിൽ അവനിൽ ആമേ പാപം ഉണ്ട്. അവൻ പാപത്താൽ പിറന്നതാണ്. ആമേ ഏകന്റെ ലംഘനത്താൽ സകലരും പാപികളായി തീർന്നു എങ്കിൽ ആമേ അവന്റെ അനുസരണക്കേടിനാൽ സകലരും പാപികളായി തീർന്നുവെങ്കിൽ ആമേൻ സഹോദര അത് ഇന്നും വാസ്തവമായി തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഇതിനൊരു വിരാമം കുറിക്കുവാൻ വേണ്ടിയാണ് ആമേ പാപമില്ലാത്തൊരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയാ, പാപം ഇല്ലാത്ത ഒരു ആമേൻ സഹോദര യുഗത്തിന് വേണ്ടിയാ, പാപമില്ലാത്തൊരു ജനതയ്ക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ഹല്ലേലൂയ കാൽവറിയിൽ തന്റെ അപരിശുദ്ധമായ രക്തം ആമേ ഒഴുക്കുവാൻ തയ്യാറായത്, പാപ ബലിയായി തീരുവാൻ ഇടയായത്. പ്രിയരെ സ്തോത്ര ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ ആമേ പിറന്ന് വീണ് ആമേൻ സ്തോത്രം മുന്നോട്ട് പോകുന്നവരിലെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാപം ഉണ്ടെന്ന് ഞാൻ പറയുവാനിടയായല്ലോ. എന്നാൽ യേശു മാത്രമാണ് പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി ആമേ പരീക്ഷിക്കപ്പെട്ടത്, ആ പരീക്ഷയിൽ വിജയിച്ചത്. ആമേ സ്തോത്രം. പാപത്തെ നീക്കുവാൻ പാപമില്ലാത്തവന്റെ ആമേ രക്തം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ നമുക്ക് കണ്ടു കിട്ടത്തില്ല. അതിനാൽ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ആമേ കന്യകയിൽ ആമേ ഒരു ശിശുവായി ആമേ പാപമില്ലാത്തവനായി ആമേ ലോകത്തിന്റെ കളങ്കം പറ്റാത്തവനായി പരിശുദ്ധാത്മാവിൽ ജനിച്ചവനായി പുറത്തു കൊണ്ടുവന്നത് എന്റെയും നിങ്ങളുടെയും ആമേ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. നാം എത്രയൊക്കെ പറഞ്ഞാലും നമ്മിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പല അശുദ്ധികളും പല കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ ആ കുറ്റബോധവും ഏറിക്കൊണ്ട് ആമേ ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിന്റെ പരിശുദ്ധ രക്തത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾക്ക് ആമേൻ സ്തോത്രം ഒരു സെൽഫ് ഡെലിവറൻസ് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുവാൻ പോകുക. നാം കേൾക്കുവാനിടയായി തീർന്നു, ഇത് പരിശുദ്ധ രക്തമാണ്. സ്തോത്ര. അടുത്തത് ഇത് സംരക്ഷിക്കുന്ന രക്തമാ. യേശുവിന്റെ രക്തം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തലമുറയ്ക്കും ഹല്ലേലൂയ ഇത് സംരക്ഷണത്തിന്റെ രക്തമാണ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. പുറപ്പാട് ആമേ പുസ്തകം ആമേ അതിന്റെ 12-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇസ്രായേലിലെ ആമേൻ സ്തോത്രം ഓരോ ഭവനങ്ങളിലും ആമേൻ സ്തോത്രം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ആമേൻ സ്തോത്രം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ തിരുവചനം. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നുപോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുവായി തീരുകയില്ല. സ്തോത്രം. ആമേൻ സ്തോത്രം. ഇവിടെ ആമേൻ മോശയിലൂടെ ആമേൻ തന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ
ആമേൻ സ്തോത്രം, ദൈവിക പദ്ധതി ഒരുക്കുന്നതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ പറയുന്നു, ഞാൻ മിസ്രയീമിന് വരുത്തുന്ന ബാധ നിങ്ങൾക്ക് ബാധിക്കയില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ബാധ നിങ്ങൾ കേൾക്കാതിരിക്കണമെങ്കിൽ, ആ ബാധയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക. സ്തോത്ര. എങ്ങനെ? സ്തോത്ര. രക്തം നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ അടയാളമായിരിക്കണം. ആ രക്തം കാണുമ്പോൾ സംഹാര ദൂതൻ സ്തോത്ര നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ നന്മകളെയും വിട്ട് സ്തോത്ര മാറിപ്പോകുവാനിടയായി തീരും. ഏത് ഭവനത്തിന്റെ മേലാണോ രക്തം അടയാളം അല്ലാതിരിക്കുന്നത്, അവിടെ സംഹാരകൻ സ്തോത്രം ഹല്ലേലൂയ വന്ന് പ്രവർത്തിക്കുവാനിടയായി തീരും. എന്നാൽ ഇവിടെ സ്തോത്രം, ഈ മിസ്രൈമിൽ ആയിരിക്കുന്ന ദൈവജനം അവർക്കൊരു വിടുതലിന്റെ ടൈമായപ്പോൾ ഓരോരുത്തരും അവരുടെ ഭവനങ്ങളിൽ ഹല്ലേലൂയ ആ രക്തം അടയാളമാക്കി വെക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. മിസ്രൈമിൽ വെച്ച് യാഗമായി തീരപ്പെട്ട യാഗമാക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം വീടിന്റെ കട്ടളപ്പടികളിന്മേലും കുറുമ്പടികളിന്മേലും ദൈവജനം പുരട്ടുവാനിടയായി തീർന്നു. സ്തോത്രം. ഒരു വിടുതലുണ്ട്, അതിനൊരു മാർഗമുണ്ടെന്ന് പറയുമ്പോൾ അതിലേക്ക് കടന്നു വരുവാൻ നമ്മിൽ പലരും പലപ്പോഴും സ്തോത്രം തയ്യാറാകുന്നില്ല. ആ തയ്യാറാകാത്തത് മൂലം വലിയ നഷ്ടങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാറുണ്ട്. ഇവിടെ പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, ആ മിസ്രൈമിൽ യാഗമായി തീരപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തം നിങ്ങളുടെ കട്ടിള പടികളിലും ആ കുറുമ്പടികളിന്മേലും ഒന്ന് പുരട്ടിയാൽ മതി, സംഹാരകൻ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകുവാനിടയാകും. പ്രിയരെ, ഹല്ലേലൂയ. അങ്ങനെ ദൈവജനം ആ ദൈവ കൽപ്പന കേൾപ്പാനിടയായി തീർന്നു. അവർ വീടിനുള്ളിൽ തന്നെ സ്തോത്രം ഇരിപ്പാനിടയായി. അതിനാൽ സംഹാരദൂതനെ ഇസ്രായേല് ഭവനങ്ങളിൽ അന്ന് മരണം കൊണ്ടുവരുവാൻ സാധിച്ചില്ല. സ്തോത്രം. മോശയിലൂടെ ദൈവജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിച്ച ദൈവം പല സ്തോത്രം 9 ബാധകൾ അയച്ചിട്ട് ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു. ഈ ഓരോ ബാധകൾ ദൈവം അയക്കുമ്പോഴും അതിലൂടെ ആ ദേശത്ത് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ മഹത്വം സ്തോത്ര സർവ മഹത്വമാണ്. സ്തോത്ര. ഇങ്ങനെ ആ മഹത്വം ശക്തിയോടുകൂടെ വെളിപ്പെട്ടിട്ടും സ്തോത്ര ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനമാക്കി തീർക്കുവാൻ ഇടയായി തീർന്നു. അതിനാൽ ഹല്ലേലൂയ അവസാന സ്റ്റെപ്പിലേക്ക് സ്തോത്ര ദൈവം കടന്നു വരിക. ദൈവം സംഹാര ദൂതനെ അയച്ചു. എന്തിനു വേണ്ടി? ഓരോ ഭവനങ്ങളിലെയും ആദ്യ ജാതനെ തൊടുവാൻ. സ്തോത്രം. ദൈവം നല്ല രീതിയിൽ മോശയിലൂടെ ജനത്തെ വിടുവിക്കുവാൻ നോക്കിയപ്പോൾ ഫറവോൻ അവിടെ സ്തോത്ര അതിമിടുക്ക് കാണിപ്പാനിടയായി തീർന്നു. സ്തോത്ര. എന്നാൽ മിസ്രൈമിൽ മുഴുവനും സംഹാര ദൂതനെ അയക്കുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന ഒരു നല്ലവനായ ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ ദൈവം പറയുന്നു, നിങ്ങൾ ഹല്ലേലൂയ പാർക്കുന്ന ഭവനങ്ങളിൽ ഈ കുഞ്ഞാണ്ടിന്റെ രക്തം അടയാളമായി സൂക്ഷിക്കണം. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ വിട്ടുമാറി സംഹാരദൂതൻ പോകും. മരണം നിങ്ങളുടെ ഭവനത്തിനകത്ത് കടന്നു വരത്തില്ല. ഇത് മിസ്രൈമ്യർക്ക് ബാധയായി വെളിപ്പെടുമ്പോൾ ഇത് ഇസ്രായേൽ ജനത്തിന്, ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്, ദൈവത്തിന്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് വെക്കുന്ന ആ ദൈവജനത്തിന് ഇത് സംരക്ഷണത്തിന്റെ രക്തമായി മാറും. ഇത് സംരക്ഷണമായി മാറുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചു മുന്നേറിയാൽ ഹല്ലേലൂയ ഇത് നിനക്ക് സംരക്ഷണമായി മാറുവാനിടയാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് ഒരു സംരക്ഷണം, കുടുംബത്തിനകത്തൊരു സംരക്ഷണം, തലമുറയ്ക്കൊരു സംരക്ഷണം, നിങ്ങൾക്കൊരു സംരക്ഷണം ഇന്ന് പകൽക്കാലം യേശു കർത്താവ് നൽകി തരുവാൻ പോകുകയാ. ഹല്ലേലൂയ.
ആമേൻ. ഇവിടെ ദൈവ കൽപ്പന അംഗീകരിച്ച അനുസരിച്ച ഇസ്രായേൽ ജനത്തിന് അത് വിടുതലായി ഭവിച്ചു. അതെ, ഈ പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ദൈവം പറയുന്ന സ്റ്റെപ്പുകൾക്കനുസരിച്ച് നിങ്ങളൊന്ന് മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ നിങ്ങളെ അനുഗ്രഹിച്ച് മാനിച്ച് നടത്തുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് മറന്നു പോകരുത്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സോദര സുരക്ഷിതത്വ ഇല്ലായ്മകളിൽ നിന്ന്, അശൂന്യതകളിൽ നിന്ന് ആരുമില്ല എങ്ങനെ പോകും എങ്ങനെ സൂത്രം മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെടുന്ന പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ രക്തം സംരക്ഷണമായി തീരുവാൻ പോകുകയാ. സോത്ര നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ ആർക്കൊക്കെ ഹാലലിയ ഏതൊക്കെ നിലവാരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നാലും നീ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ അതൊന്നും നിന്റെ കൂടാരത്തെ അടുക്കാതെ സോദര നിന്റെ സോദര ഭവനത്തിന് ഏശാതെ നിന്റെ ഭവനത്തിൽ യേശുവിന്റെ രക്ത അടയാളമായി തീരും. ഇത് വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി വെളിപ്പെടുന്ന കർത്താവിന്റെ നന്മയാണ്. എന്നാൽ ഇതിനെ പുച്ഛിച്ചും ഇതിനെ കളിയാക്കിയും സോദര വേണ്ട വിധത്തിൽ അംഗീകരിക്കാതെ മാറ്റി നിർത്തിയാൽ സംഹാരദൂതൻ നിന്റെ ഭവനത്തിനകത്ത് കയറുവാനിടയായി തീരും. ഹല്ലേലൂയ. സംഹാരദൂതനെ ദൈവം അയച്ചപ്പോൾ ഇന്നിന്ന ഭവനങ്ങളിൽ പോകണമെന്നൊന്നും പറഞ്ഞില്ല. സോദര എല്ലാ ഭവനങ്ങളിലും കയറണം. പക്ഷേ രക്തം അടയാളമായിരിക്കുന്ന ഭവനങ്ങളെ വിട്ട് ആ സംഹാരദൂതൻ മാറിപ്പോകണമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ഭവനത്തിൽ യേശുവിന്റെ രക്തം അടയാളമായിരിക്കണം. അകത്തിരിക്കുന്ന ഇസ്രായേലിൽ ജനത്തിന്റെ നീതി കണ്ടിട്ടോ, അവരുടെ ആൾബലം കണ്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ മനോഭാവം കണ്ടിട്ടോ ഒന്നുമല്ല, ആ രക്തം കണ്ടിട്ടാണ്, ആ രക്തം അടയാളമായി കണ്ടിട്ടാണ് സംഹാരദൂതൻ ആ ഭവനങ്ങളെ എല്ലാം വിട്ട് മാറിപ്പോകുവാൻ ഇടയായത്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത് ഈ സുരക്ഷിതത്തോടുകൂടെ ആയിരിക്കുന്നത് നമ്മുടെ കഴിവോ മിടുക്കോ പാരമ്പര്യമോ കുലമഹിമയോ ഒന്നുമല്ല. യേശു കാൽവറി ക്രൂശിൽ തന്നെത്താൻ യാഗമായി തീർത്ത് അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഒരുക്കിയത് കൊണ്ട് ശത്രുവിന്റെ പിടിയിൽ നിന്ന്, ശത്രുവിന്റെ കെണിയിൽ നിന്ന്, അവന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ സംരക്ഷിച്ച്, നമ്മുടെ ഭവനത്തെ സംരക്ഷിച്ച് നിലനിർത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ 22ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഈ സോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. സ്തോത്രം. ദൈവം പറയുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ച് നാം മുന്നോട്ട് പോയാൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും രക്ഷയുണ്ട്. പ്രിയരെ, ഈ പകലിൽ സ്തോത്രം ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോലും വെക്കുവാൻ കഴിയാതെ നിങ്ങൾ വലിയൊരു പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ജോലിക്ക് പോയാൽ അവിടെ സ്വസ്ഥതയില്ല, ഭവനത്തിൽ കടന്നു വന്നാൽ അവിടെയും സ്വസ്ഥതയില്ല, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നത്തിന്റെ ഒരു വലിയ അവസ്ഥയാണ്. സ്തോത്ര. ഒരു സുരക്ഷിതത്വം ഇല്ലാതെ, സ്തോത്ര സഹായിപ്പാൻ ആരുമില്ലാതെ, സ്തോത്ര സാമ്പത്തികമായിട്ട് നേട്ടങ്ങളില്ലാതെ വളരെ വളരെ ഞെരുങ്ങി മുന്നോട്ട് പോകുന്ന ദൈവജനമേ, ദൈവം പറയുന്ന സ്വത്ര വ്യവസ്ഥയിലേക്ക് കടന്നു വരുമെങ്കിൽ നിങ്ങൾക്കൊരു വിടുതലുണ്ട്. അവസ്ഥ കണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തെ അല്ല നാം സേവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നമ്മേക്കാൾ കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന സ്വത്ര അനേകരുണ്ട്. അവസ്ഥ കണ്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടാകത്തില്ല. എന്നാൽ ദൈവം നീ ആ വ്യവസ്ഥയിലേക്ക് കടന്നു വന്നാൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ, നിനക്ക് വേണ്ടി ശക്തമേറിയ ദൈവിക പ്രവർത്തികൾ ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. കാരണം അവൻ വിശുദ്ധനായ ദൈവമാ, അശുദ്ധിയിൽ പ്രവർത്തിക്കാത്തവനാ. ഇന്ന് പകൽക്കാലം വിശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങളെ മാനിച്ച് വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്.
ഇവിടെ ഹല്ലേലൂയ പിറ്റേന്നാൾ വരെ പുറത്തിറങ്ങരുത്. സംഹാരദൂതൻ ദേശത്തിലേക്ക് വെളിപ്പെടും. അവൻ ഓരോ ഭവനത്തിലും കയറി ഇറങ്ങുവാൻ ഇടയായി തീരും. എന്നാൽ നിങ്ങൾ അകത്തിരുന്ന് യേശുവിന്റെ രക്തം നിങ്ങളുടെ വീടിന് അടയാളമാക്കി വെച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നോക്കാതെ ആ സംഹാരദൂതൻ വഴിമാറി പോകുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. സോദരി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനത്തിന്റെ മേലും വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാ. ആ വ്യവസ്ഥയിലേക്ക് കടന്നു വരുവാൻ, യേശു കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിപ്പാൻ കർത്താവേ ഹല്ലേലൂയ ഈ ജനത്തെ അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ ആമേ ജേക്കബ് ഹല്ലേലൂയ സഹോദരനായി സ്തോത്രം. സുനിൽ സഹോദരനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ജുബിൻ സഹോദരനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ ദൈവമക്കളുടെ മേലെല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ ഭവനത്തിന് യേശുവിന്റെ രക്തം ആമേ സംരക്ഷണമായി വെളിപ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. ആമേ. പ്രിയ ആമേ ജേക്കബ് സഹോദരന്റെ എല്ലാ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും കർത്താവ് ഒരു പൂർണ്ണ വിടുതൽ ഇപ്പോൾ തന്നെ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ. സ്തോത്രം. വിടുതലായി ആമേ സൗഖ്യമായി യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോകുകയാ. ആമേ. സ്തോത്ര. പൂർണ്ണ സൗഖ്യം. ആ പനിയുടെ, തലവേദനയുടെ, ആ ജലദോഷത്തിന്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും പ്രിയ സഹോദരൻ അങ്ങ് വിടുവിച്ച് കർത്താവ് അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്തൊരു ദൈവ പ്രവൃത്തി ഈ നാളുകളിൽ ഹല്ലേലൂയ വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിലും യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ ആമേൻ. സ്തോത്ര. പിശാചിന് നിന്റെ ഭവനത്തെ തൊടുവാൻ കഴിയത്തില്ല. കാരണം അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ആമേൻ നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് വിടുതലുണ്ട്, വിമോചനമുണ്ട്. യേശുവിന്റെ രക്തത്തിലൂടെ ലഭിക്കുന്ന ആ വിടുതലിന് മാത്രമേ, ആ സംരക്ഷണത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഹല്ലേലൂയ. നിലനിൽക്കുന്ന ഒരു ആമേൻ സ്തോത്രം അവസ്ഥ ആഗ്രഹിക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് അത് ചെയ്തു തരുവാനിടയാകും. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ രക്തം ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ സംരക്ഷണമായി വെളിപ്പെടുവാൻ പോകുക. ആമേ. അകാരണമായി കടന്നു വരുന്ന ചില ഭീതികളിൽ നിന്ന്, ചില പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന യേശുവിന്റെ രക്തം വെളിപ്പെടുവാൻ പോകുകയാ. ഹല്ലേലൂയ. അടുത്തത് നാം നോക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകതയാണ് ഇത് ശുദ്ധീകരിക്കുന്ന രക്തം. ആമേ. സ്വതന്ത്രം. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സ്തോത്ര. അത് സകല പാപവും പോക്കി ആമേ സ്തോത്ര ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ലോകത്തിലെ ആമേൻ ഏതെങ്കിലും ആമേൻ സ്തോത്ര ഒരു വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ സ്തോത്രം ഏതെങ്കിലും സോപ്പ് കൊണ്ടോ മറ്റിതര ശുദ്ധീകരണ വസ്തുക്കളെ കൊണ്ടൊന്നും നമ്മുടെ പാപത്തെ കഴുകി വെടിപ്പാക്കുവാൻ സാധ്യമല്ല പ്രിയരെ. ഹല്ലേലൂയ. ആമേ. സ്തോത്ര. പുണ്യമായിരിക്കുന്ന ആമേ വെള്ളം എന്നെല്ലാം പറഞ്ഞ് ഈ ലോകത്തിലുള്ള ഏതൊക്കെ സ്രോതസ്സുകളെയും മാറ്റി നിർത്തിയാലും അതിലൂടെ ഒന്നും നിന്റെ കടും ചുവപ്പായിരിക്കുന്ന ആമേ രക്താംബരം പോലെ ആമേ സ്തോത്രം ചുവന്നിരിക്കുന്ന ആ പാപത്തെ കഴുകുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിന്റെ രക്തം എത്ര കടും ചുവപ്പായിരുന്ന ആമേ നിന്റെ ഹല്ലേലൂയ പാപത്തെയും ഹിമം പോലെ വെളുപ്പിച്ച് നിന്നെ ഒരു ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെയും പാപക്കറകളെയും ആമേ പൂർണ്ണമായി വെടിപ്പാക്കി നമ്മെ ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകുവാനാ ആമേ ഈ പകൽക്കാലം ആമേ സ്തോത്ര ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇപ്രകാരം കൂട്ടിവരുത്തിയിരിക്കുന്നത്. സ്തോത്ര. ഇന്ന് പാപം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു അനുഭവമല്ലേ. സ്തോത്ര. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ പല നന്മയ്ക്കും പല രോഗങ്ങൾക്കും പല പ്രയാസങ്ങൾക്കും ആമേ കാരണം ആമേ പലതും ആമേ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ആമേ പലതും കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ വെളിപ്പെടാതെ മറഞ്ഞു നിൽക്കുന്നത് ഈ പാപത്തിന്റെ ഫലമാണ് പ്രിയരെ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ നന്നായി ജീവിച്ചിട്ടും തലമുറ വഴിതെറ്റിപ്പോകുന്നു. ഇത് കടന്നു വരുന്ന പാപത്തിന്റെ ലക്ഷണമാ. എന്നാൽ ഹാലിലെ തലമുറയെ നോക്കി ശപിക്കണ്ട, അവരെ പ്രാകണ്ട. അവരുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ശാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തം അവരെ വിടുവിക്കും, അവരെ ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരുവാൻ
കഴിയും. ഹല്ലേലൂയ. എൻ്റെ മകനിൽ അല്ലെങ്കിൽ എൻ്റെ മകളിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടണ്ട. അവരെ കരുവാക്കുന്ന ചില പൈശാചിക തന്ത്രങ്ങളുണ്ട്. ആമേൻ സ്തോത്രം. അതിനകത്ത് അവർ പെട്ടുപോകുന്ന അനുഭവമാണ്. ദൈവാത്മാ പറയുന്നു, നിങ്ങളെ അതിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ആമേൻ സ്തോത്രം, എന്തൊക്കെ ഏറ്റു പറഞ്ഞാലും ആമേ മനസ്സിനകത്ത് മായാതെ ആമേൻ സ്തോത്രം മറഞ്ഞു കിടക്കുന്ന പല പ്രവർത്തികളുമുണ്ട്. ഇതെല്ലാം യേശുവിന്റെ രക്തം ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് വെളിപ്പെടുത്തി തരുവാനിടയാകും. യേശുവിന് മഹത്വം. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ആ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുമ്പോൾ, നമ്മുടെ മേൽ കിടക്കുന്ന പാപത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വിടുവിച്ച് ആ യേശുവിന്റെ രക്തം നമുക്ക് ഹല്ലേലൂയ വിടുതലായി അനുഗ്രഹമായി നമ്മെ തീർക്കുവാൻ ഇടയാകുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്നാൽ ഓർമ്മയുള്ളതോ ഓർമ്മയില്ലാത്തതോ ചെറുതോ വലുതോ ആയ ഏത് പാപവും മായ്ച്ചു കളയുവാൻ പര്യാപ്തമായ രക്തമാണ് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. പാപ പരിഹാരത്തിനായി കാൽവരിയിൽ തുറക്കപ്പെട്ട ഉറവാണ് യേശുവിന്റെ രക്തം. പ്രിയരെ, നാം പാപം ചെയ്യുമ്പോഴൊക്കെയും യേശുവിനോട് പാപം ഏറ്റു പറയേണ്ടത് ആമേൻ സ്തോത്ര ആവശ്യമുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഇതൊരു ആമേൻ സ്തോത്ര തുടർ പ്രക്രിയയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അറിയാതെ ആമേ മനഃപൂർവമോ അല്ലാതെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില ആമേ പാപ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ നമുക്ക് യേശുവിന്റെ രക്തം ഒരു ആശ്രയമാണ്. ആ ആശ്രയത്തിൽ ഇന്ന് ആര് ആശ്രയിക്കുന്നുവോ അവരെ പാപത്തിന്റെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം അതീഷ്ണതമായ അനുഭവങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രിയരെ, ഹല്ലേലൂയ. ആമേ എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാമത്തെ തിരുവചനത്തിൽ നാം പറയുന്നുണ്ട്, നമ്മുടെ നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം എന്നത്. ഹല്ലേലൂയ. മറ്റൊന്നിനും മറ്റൊരു ആമേ ശുദ്ധീകരണ വസ്തുക്കൾക്കും പ്രിയരെ നമ്മെ വിടുവിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്നു, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. ഇത് നിഷ്കളങ്കമായി അർപ്പിച്ച രക്തമാണ്. ആമേ നമ്മിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ആമേ നമ്മെ സ്നേഹിച്ച് നമ്മുടെ ആത്മാവിനെ സ്നേഹിച്ച് നമ്മുടെ ആത്മാവിനെ ഹല്ലേലൂയ ആമേ സ്തോത്രം സ്നേഹിച്ച് നമുക്ക് വേണ്ടി നിഷ്കളങ്കതയോടുകൂടെ ആമേ സ്തോത്രം നമ്മുടെ മനസ്സാക്ഷിയെ ആമേ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ യേശുവിന്റെ രക്തം ഹല്ലേലൂയ ആമേ വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ നിർജീവ പ്രവർത്തികളെ പോക്കി അമ്മ എത്രയധികം ശുദ്ധീകരിപ്പാൻ കഴിയും. ഒരു ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്ന ദൈവജനമേ, ആമേ ശുദ്ധീകരണം ആമേ ആഗ്രഹിക്കുന്ന ദൈവജനമേ, എനിക്ക് ഈ കെട്ടുപാടുകളിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവജനമേ, യേശുവിന്റെ രക്തം അതിന് പര്യാപ്തമാണ്. ഇത് ഉറവാണ്, നിന്നെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന ഉറവാണെന്ന് ദൈവാത്മാവ് ഇടപെടുക. ആമേ പാപം അടക്കി വാഴുന്ന നിന്റെ ഭവനത്തിനകത്ത് എങ്ങനെ നന്മ കടന്നു വരും, എങ്ങനെ സമാധാനം കടന്നു വരും. എന്നാൽ നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കനായി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്റെ രക്തം സമർപ്പിച്ച യേശു കർത്താവിന്റെ അപാവന രക്തത്തിന്റെ ആമേ സ്തോത്രം വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് പകൽക്കാലം വെളിപ്പെടുവാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം യേശുവിന്റെ രക്തത്തിന്റെ ഹല്ലേലൂയ ആ ജീവനുള്ള ഉറവായിരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ വിടുതൽ ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാപിച്ചെടുത്ത് ആമേ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത ആ യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന ഹല്ലേലൂയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്തത്, ഇത് വീണ്ടെടുത്ത വിലയേറിയ രക്തമാണ്. ആമേൻ സ്തോത്രം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 19-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ സ്തോത്രം, നമ്മെ വീണ്ടെടുത്തിരിക്കുന്ന രക്തം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, വ്യർത്ഥവും പാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ
വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതെ, ഈ അറിവ് പലരും ഇന്ന് മനഃപൂർവമായി ആമേൻ സ്തോത്രം കണ്ടില്ല, അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് നടിക്കുന്ന അനുഭവമാണ്. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഇവിടെ പറയുന്നു, വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്, അത് കഴിഞ്ഞ ആമേൻ സ്തോത്രം നാടുകളിൽ നിങ്ങൾ നടന്ന നടപ്പ് വ്യർത്ഥമായിരുന്നു. അത് വെറും പാരമ്പര്യമായിരുന്നു, അത് വെറും അടിമത്വമായിരുന്നു, പൈശാചിക ബന്ധനമായിരുന്നു. എന്നാൽ അതിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് നീ പൊന്നോ വെള്ളിയോ ഇങ്ങനെ അഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആമേൻ സ്തോത്രം വിലയുണ്ട് എന്ന് പറയുന്ന ഒന്നിനെയും കൊണ്ടല്ല എന്ന് ഇന്ന് നാം തിരിച്ചറിയുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെയോ ഹല്ലേലൂയ, നമ്മെ വീണ്ടെടുത്തത് ആരാണ്? നമ്മെ വീണ്ടെടുത്തത് സ്തോത്ര യേശുവിന്റെ ഹല്ലേലൂയ ആ വിലയുള്ള രക്തമാണ്, ആ വീണ്ടെടുപ്പിന്റെ രക്തമാണ് പ്രിയരെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേ പിശാചിന്റെയും പാപത്തിന്റെയും അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്തത് യേശുവിന്റെ രക്തത്താൽ ആകയാൽ ലോകത്തിലെ വിലപിടിപ്പുള്ള വെള്ളിയേക്കാൾ സ്വർണത്തെക്കാൾ മറ്റേതെങ്കിലും രത്നങ്ങളെക്കാൾ വിലയേറിയതാണ് യേശുവിന്റെ രക്തം. ഇന്ന് നമ്മെ വിടുവിച്ച രക്തം നമുക്ക് മുമ്പിൽ ആമേൻ നമുക്ക് സംരക്ഷണമായി വിടുതലായി നിൽക്കുമ്പോൾ ആമേൻ സ്തോത്രം, നമ്മുടെ ചിന്തകളും നമ്മുടെ ഹല്ലേലൂയ ആമേൻ സ്തോത്ര ആമേൻ സ്തോത്ര ആഗ്രഹങ്ങളെല്ലാം ഈ ലോകത്തിലെ ചില വസ്തുക്കളില, ഈ ലോകത്തിലെ ചില കാര്യാദികളില, എന്നാൽ അതിനേക്കാൾ എല്ലാം വിലയുള്ള ആമേൻ സ്തോത്ര ആ വിലയേറിയ രക്തമാണ് യേശുവിന്റെ രക്തം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പാപം പോക്കി തമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് ഹല്ലേലൂയ സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ തനിക്ക് വിലയ്ക്ക് വാങ്ങിയെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ഈ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ, പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. സ്തോത്ര. യേശുവിന്റെ രക്തം ചൊരിഞ്ഞത്, ചിന്തിയത് നിന്നെ വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിന്റെ ആ നടപ്പിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും പുറത്തു വരുവാൻ കഴിയാത്ത ചില പൈശാചിക ബന്ധനങ്ങൾ നിങ്ങളെ അടക്കി വാഴുന്നില്ലേ? എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് ജോലിക്ക് പോകുവാൻ കഴിയുന്നില്ല, എനിക്ക് കുടുംബത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, എന്റെ തലമുറകളെ ഒന്നും എനിക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ല, എങ്ങോട്ട് നോക്കിയാലും എന്നെ ഭരിക്കുന്നത് ഒരു നെഗറ്റീവ് എനർജിയാണെന്ന് നിങ്ങൾക്ക് ഹല്ലേലൂയ മനസ്സിലാകുന്നില്ലേ? അതിൽ നിന്ന് ആ പാരമ്പര്യ കെട്ടുകളിൽ നിന്ന്, ആ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയോ? വെള്ളി കൊണ്ടോ പൊന്നുകൊണ്ടോ മറ്റു വിലപിടിപ്പുള്ള യാതൊന്നും കൊണ്ടുമല്ല ദൈവം തന്റെ ജനത്തെ വിടുവിക്കുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാനിടയാകുന്നു. ആ പുണ്യാഹ രക്തത്താൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങൾക്ക് ഹല്ലേലൂയ മുമ്പിൽ ബ്ലോക്കായി നിൽക്കുന്ന ഹല്ലേലൂയ സകല വിഷയങ്ങൾക്ക് മുമ്പിലും ഇതിന് പ്രവർത്തിപ്പാൻ കഴിയും. ഹല്ലേലൂയ. അടുത്തത് തിരുവചനം പറയുന്നു, ഇത് ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. ഹല്ലേലൂയ. പഴയ നിയമം നാം പഠിക്കുമ്പോൾ ഹാബേലിനെ നമുക്കറിയാമല്ലോ. ആദിമാതാപിതാക്കളുടെ സ്തോത്രം പുത്രനായിരുന്ന ഹാബേൽ കയീൻ സ്തോത്രം രണ്ടുപേരും ദൈവത്തിന് യാഗം കഴിച്ചു. എന്നാൽ ഉത്തമമായ യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ച് നീതി പ്രാപിച്ച ഹാബേൽ സ്വന്തം സഹോദരനാൽ രക്തസാക്ഷിയായപ്പോൾ ദൈവം അവന്റെ രക്തത്തിന്റെ നിലവിളി കേൾപ്പാനിടയായി തീർന്നു. കയീനിലും അവന്റെ യാഗത്തിലും പ്രസാദിക്കാത്ത ദൈവം ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ച് സ്വത്ര യഹോവയ്ക്ക് ഉത്തമയാഗം കഴിച്ച സ്വത്ര ഒരു അനുഗ്രഹിക്കപ്പെട്ടവനായി ഹാബേലിനെ കാണുവാനിടയായി തീർന്നു. അതിലൂടെ ഹാബേൽ കൈനാൽ കൊല്ലപ്പെടുകയും
അവന്റെ രക്തത്തിന്റെ നിലവിളി സ്വർഗത്തിലുള്ള ദൈവം കേൾപ്പാനും ഇടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, ആമേൻ സ്തോത്ര, ആ ഉത്തമ യാഗം കഴിച്ച ഹാബേൽ തന്റെ രക്തത്തിന്റെ അല്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടമായതിന്റെ നിലവിളി അവിടെ നടത്തുമ്പോൾ സോദര ഇപ്പോഴും ആ രക്തം ഹല്ലേലൂയ അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഇവിടെ പറയുന്നു, നമുക്കായി ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ രക്തം അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ പ്രത്യക്ഷമായി രക്തം സംസാരിക്കുന്നു എന്നതല്ല ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ രക്തം ചൊരിഞ്ഞ ഹല്ലേലൂയ യേശു ഇന്നും എപ്പോഴും പിശാചിന്റെ വാദഗതികൾക്കെതിരെ നമ്മെ നീതീകരിച്ച് സംസാരിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിനക്ക് സ്വതന്ത്ര അനുകൂലമായി നിനക്ക് സപ്പോർട്ടായി സംസാരിക്കുവാൻ ഒരു വ്യക്തി പോലും നിന്റെ കുടുംബത്തിലോ നീ ആയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലോ ഇല്ലായിരിക്കാം. എവിടെയും എപ്പോഴും നിന്നെ ഒറ്റപ്പെടുത്തുവാനോ നിന്നെ പഴിക്കുവാനും ദുഷിക്കുവാനോ തക്കം കിട്ടിയാൽ നിന്റെ നന്മകൾ കവർന്നെടുക്കുവാനോ നിന്റെ അനുഗ്രഹങ്ങൾ ചോർത്തിയെടുക്കുവാനോ നിന്നെ ഹല്ലേലൂയ നശിപ്പിക്കുവാനും നോക്കുന്ന ചില സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധ ഇടപെടുകയാ. സ്തോത്ര. എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ യേശു കർത്താവ് പറയ, എന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവന് വേണ്ടി ഞാൻ സംസാരിക്കോ, അവന് വേണ്ടി ഞാൻ ഇടുവിൽ നിൽക്കോ, അവന് വേണ്ടി ഞാൻ മുഴുമഹത്വത്തോടുകൂടെ വെളിപ്പെടോ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചില കുടുംബങ്ങളോട് പറയുക, നിനക്ക് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചില മേഖലകളിൽ സംസാരിക്കുവാൻ പോകുക, ശക്തമായി നിനക്ക് വേണ്ടി ഞാൻ ഇടപെടുവാൻ പോകുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതെ, ഇന്ന് നിനക്ക് വേണ്ടി സംസാരിച്ച് നിന്നെ ചില ദുർഘട മേഖലകളിൽ നിന്ന്, ചില പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ പിശാച് നമുക്കെതിരെ വാദഗതികൾ മുഴക്കി വരുമ്പോൾ സ്വന്തം നമ്മെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ നാം ക്രമപ്പെട്ടിട്ടില്ല, നാം ഗുണപ്പെട്ടിട്ടില്ല, നാം പാപിയാണെന്നെല്ലാം പറഞ്ഞ് നമ്മെ ചില വാക്കുകളാൽ നമ്മെ ഒതുക്കുവാൻ നോക്കുമ്പോൾ ഇവന്റെ എന്റെ രക്തത്തിന്റെ വകയാണ്, ഞാൻ രക്തത്താൽ വിടുവിച്ചവനാണ്, രക്തത്താൽ വീണ്ടെടുത്തവനാണെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. പിശാചി എപ്പോഴും നമ്മെ കുറ്റം വിധിക്കുക. അവന്റെ പ്രവൃത്തി പലരിലൂടെയും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാ. നിന്റെ ഭവനത്തിലാകട്ടെ നിന്നെ കുറിച്ച് നല്ലത് പറയുവാൻ ആരുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടി എത്ര നന്മ ചെയ്തിട്ടോ നിനക്ക് കേൾക്കേണ്ടി വരുന്നത് പഴിയല്ലേ, ദുഷിയല്ലേ? നിന്റെ ആയുസിന്റെ പകുതി തീരുവാറായി, അധ്വാനത്തിന്റെ ഫലം തീരാറായി, എന്നിട്ട് പോലും നിന്നെ മനസ്സിലാക്കുവാനോ നിന്നെ സ്നേഹിക്കുവാനോ കഴിയാതെ പിശാച് പലരെയും കരുവാക്കി നിന്നെ ഒതുക്കുവാൻ നോക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഹല്ലേലൂയ യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി നിന്നെ നീതീകരിച്ച് ചില മേഖലകളിൽ സംസാരിക്കുവാൻ പോകുക. നീതി കിട്ടാത്ത മേഖലകളിൽ കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കും. പ്രിയ സഹോദരിയെ, അതേ നിനക്ക് നീതി കിട്ടേണ്ട മേഖലയിൽ ഇന്ന് പകൽക്കാലം യേശു നിന്നോട് കൂടെ ഇരുന്ന് ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തമായി വെളിപ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. സ്വത്ര. ഇവിടെ പറയുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 24-ാമത്തെ തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു, ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. സ്വത്ര. ഹാബേൽ നിലവിളിക്കുകയാ തന്റെ സ്വത്രം ഹല്ലേലൂയ സഹോദരനാൽ കൊല്ലപ്പെട്ട സ്വത്ര ഹാബേൽ ഇപ്പോഴും സ്തോത്രം അവിടെ കിടന്ന് നിലവിളിക്കുക. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ പകൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും ആയിരിക്കുന്നത് സ്വതന്ത്ര ഹാബേലിനേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിന് അടുക്കലത്രേ. ആ രക്തം നിങ്ങൾക്ക് വേണ്ടി വലുത് ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കുവാൻ പോകുകയാ. എനിക്ക് ആരും സപ്പോർട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ സ്വന്തം രക്തം, യേശുവിന്റെ രക്തം നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, സാക്ഷ്യം പറയുന്ന മൂവരിൽ ഒന്ന് യേശുവിന്റെ രക്തമാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. രക്തം, ജലം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം.
1 യോഹന്നാൻ 5-ാം അധ്യായം ആമേൻ സ്തോത്രം അതിന്റെ 8-ാമത്തെ തിരുവചനം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ആമേൻ 3 പേരെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്ര. അതിൽ ഒന്ന് യേശുവിന്റെ രക്തമാണ്. ആ യേശുവിന്റെ രക്തം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുവാൻ പോകുക. സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്. ആത്മാവ്, ജലം, രക്തം. ഈ 3ന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അതെ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ യേശുവിന്റെ രക്തം ഉണ്ട്. നമ്മെ ഹല്ലേലൂയ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനോ നമ്മെ ഒന്ന് താങ്ങുവാനോ ആരും ഈ ലോകത്തിൽ ഉണ്ടാകത്തില്ല. അവരെല്ലാം പലതും പ്രതീക്ഷിച്ചും പലതും കണ്ടിട്ടാണ് നമ്മെ സ്നേഹിക്കുവാൻ കടന്നു വരുന്നത്. അത് ലഭിക്കാതെ പോകുമ്പോൾ ഒരു ദൈവമില്ലാതെ അവർ നമ്മെ വിട്ടു പോകും. ആമേൻ സ്വന്തം നമ്മുടെ മനസ്സറിയാതെ, ആമേൻ സ്വന്തം നമ്മുടെ ചിന്തകൾ മനസ്സിലാക്കാതെ, നമ്മുടെ സ്നേഹം മനസ്സിലാക്കാതെ അവരെല്ലാം നമ്മെ വിട്ട് നമ്മെ ഉപേക്ഷിച്ചു പോകുവാനിടയായിത്തീരും. എന്നാൽ യേശു നമ്മെ പൂർണ്ണമായി ആമേൻ സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നമ്മെ സ്നേഹിച്ചതിനാൽ അവന്റെ രക്തത്തിന്റെ സംരക്ഷണം നൽകി നമ്മെ അവൻ ഇന്നും പരിപാലിക്കുന്നു. നമുക്കെതിരെ പാപത്തിന്റെ വലിയ ലിസ്റ്റുമായി പിശാച് ദൈവത്തെ സമീപിക്കുമ്പോൾ ഞാൻ എന്റെ പരിശുദ്ധ രക്തം അവനായി ചൊരിഞ്ഞു എന്നുള്ള പ്രഖ്യാപനത്തോടും അവൻ തന്റെ പാപം എന്നോട് ഏറ്റു പറഞ്ഞതിനാൽ അത് മായ്ക്കപ്പെട്ടു എന്നും യേശു കർത്താവ് നമുക്ക് വേണ്ടി പറയുവാനിടയായിത്തീരും. ഇതുപോലെ ഹല്ലേലൂയ നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ നമ്മോടൊപ്പം ഇന്ന് പകൽക്കാലം ആരുണ്ട്? ദൈവാത്മാവ് പറയുന്നു, യേശു നിനക്ക് വേണ്ടി സംസാരിക്കും. യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ. ചില പ്രഖ്യാപനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി യേശു എടുക്കുവാൻ പോകുക. അപ്പോൾ നിനക്കെതിരെ വാദഗതികൾ മുഴക്കി കൊണ്ടുവരുന്ന ആമേൻ സ്വത്ര പൈശാചികൻ ആമേൻ സ്വത്ര മിണ്ടാതെ മാറി പോകുവാനിടയായി തീരും. അവന് പിന്നെ ഒരു വാക്കുപോലും സംസാരിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് നമ്മുടെ മേൽ ജയഘോഷം മുഴക്കുന്ന ശത്രുവിന് ആമേൻ സ്വത്രം പൂർണ്ണമായിട്ടൊരു ഉറപ്പ് വന്നിട്ടില്ല. നാം യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവരാണെന്ന്, ആ യേശുവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കുന്നവരാണെന്ന് യേശുവിന് ആമേൻ പിശാചിന് മനസ്സിലായിട്ടില്ല. ഈ ദിവസങ്ങളിൽ അത് നമ്മുടെ ജീവിതം കൊണ്ട് നാം തെളിയിക്കണം പ്രിയരെ. നമ്മുടെ ജീവിതം കൊണ്ട് നാം അത് തെളിയിക്കുവാൻ ഇടയാകണം. സ്തോത്ര. ശക്തമേറിയ ദൈവ പ്രവർത്തിക്കായി ഇന്ന് പകൽക്കാലം ചില കുടുംബങ്ങളെ ദൈവാത്മാവ് വേർതിരിക്കുന്നത് ആമേൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആ വലിയ വിടുതലിന് വേണ്ടിയാ. സ്തോത്രം. പിശാച് പലപ്പോഴും ഇന്നിന്ന കുറ്റങ്ങൾ ഇന്നിന്ന കുറവുകളുണ്ടെന്ന് പറഞ്ഞ് നമ്മെ പലയിടത്തും താഴ്ത്തുമ്പോൾ അപമാനിക്കുമ്പോൾ യേശു കർത്താവ് അവിടെയെല്ലാം നമ്മെ ഉയർത്തുന്ന ആ ബലമുള്ള കരത്തിന്റെ ഉടമയായി നമ്മെ ഹല്ലേലൂയ മാറ്റുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ആമേൻ സ്വത്ര. അടുത്തത് ഇത് നിത്യ നിയമത്തിന്റെ രക്തമാണ്. ഹല്ലേലൂയ. ഉടമ്പടി ചെയ്ത ശേഷം കക്ഷികൾ തമ്മിൽ രക്തം തളിച്ച് അതിനെ ഉറപ്പാക്കിയിരുന്നു. പഴയ നിയമത്തിൽ ആമേൻ സ്വത്ര ആ യാഗമൃഗത്തിന്റെ രക്തമാണ് ആമേൻ സ്വത്രം തളിച്ചിരുന്നത്. ഏത് ഉടമ്പടിയുടെയും ഉറപ്പിനായി ആമേൻ സ്വത്ര രക്തം അടയാളമായി ഉപയോഗിച്ചിരുന്നു. യേശു നമ്മോട് ചെയ്ത പുതിയ നിയമം എന്നേക്കുമുള്ളതാണ്. അത് കുറവുകളിൽ ാണ് പൂർണ്ണതയുള്ളതാണ്. ആ യേശുവിന്റെ രക്തം നമ്മിൽ ഹല്ലേലൂയ നിത്യകാലം മുഴുവൻ നമ്മെ ജീവിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇത് പൂർണ്ണതയുള്ള, അതുകൊണ്ട് നിത്യനായ യേശുവിന്റെ രക്തം കുരിശിൽ ചിന്തിയാണ് നമ്മോട് പുതിയ നിയമം അവിടുന്ന് ഉറപ്പിച്ചിരിക്കുന്നത്. നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ സ്തോത്രം തന്റെ വചനത്താൽ നമ്മെ നീതീകരിപ്പാനിടയായി തീർന്നു. നമ്മുടെ മേലൊരു നിയമം യേശു കർത്താവ് സ്ഥാപിച്ചു. ആ നിയമം രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്റെ നിയമത്താലാണ്. നമ്മെ വിടുവിക്കുവാൻ വേണ്ടി, നമ്മെ ആ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി, നമുക്ക് ആ സ്വർഗീയ നന്മകൾ നൽകുവാൻ വേണ്ടി യേശുവിന്റെ രക്തം ഒരു നിയമം ഹല്ലേലൂയ ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, ഹല്ലേലൂയ. ആ രക്തം ആമേൻ സ്തോത്രം നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ ഹല്ലേലൂയ ശക്തി എന്നേക്കും നിലനിൽക്കുന്നിടത്തോളം ആ നിയമത്തെ ഭേദിക്കുവാനോ അതിനെ തകർത്ത് മറ്റൊന്ന് നമ്മുടെ മേൽ എഴുതുവാനോ മറ്റൊന്ന് നമുക്ക് വേണ്ടി സ്ഥാപിക്കുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം.
ആടുകളുടെ വലിയടനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി തന്റെ രക്തം ഹല്ലേലൂയ ശക്തമായി ഒഴുക്കുവാനിടയായി തീർന്നു. ആ രക്തത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഇന്ന് പകൽക്കാലവും ശക്തമായി വെളിപ്പെടും. ആമേൻ. സോദര, ശത്രു അവന്റെ ചില നിയമങ്ങളിൽ അകപ്പെടുത്തി നമ്മെ ഒതുക്കുവാൻ നോക്കുമ്പോൾ കാൽവറിയിൽ ഹല്ലേലൂയ തനിക്ക് വേണ്ടി ആമേൻ സോദര യാഗമായി തീർന്ന ആ രക്തത്തിന്റെ ആമേൻ സ്തോത്ര ഹല്ലേലൂയ നിയമം നമുക്ക് വേണ്ടി ഇന്നും വെളിപ്പെടും പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഉടമ്പടി ചെയ്യുമ്പോൾ പ്രമാണത്തിന്മേൽ യേശു ക്രിസ്തു നമ്മോട് ചെയ്ത പുതിയ നിയമത്തിന് ഉറപ്പിനായി യേശുവിന്റെ രക്തം പുതിയ ഉടമ്പടിയുടെ മേൽ തളിച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടി ഒരു പുതിയ പ്രമാണം യേശു കർത്താവ് തയ്യാറാക്കുവാനിടയായി തീർന്നു. ആമേൻ. സ്തോത്ര. ഇന്നലകളിൽ നമ്മുടെ മേൽ കിടക്കുന്ന നിയമം എന്താ? ആമേൻ. സ്തോത്ര. പ്രമാണം എന്താ? എന്നാൽ അതിൽ നിന്നെല്ലാം യേശുവിന്റെ രക്തം നമ്മെ വിടുവിച്ച് ഒരു പുതിയ നിയമം നമുക്ക് വേണ്ടി സ്ഥാപിപ്പാനിടയായി തീർന്നു. പ്രിയരെ, ആ രക്തം ഹല്ലേലൂയ ഇന്ന് ആമേൻ സ്തോത്ര ഈ പകലും നമുക്ക് വേണ്ടി ഇടപെടുവാൻ പോകുക, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ശക്തമായി വെളിപ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. നീ ഒരു പ്രമാണത്തിന് അകത്തുള്ളവനാ, നീ ഒരു പ്രമാണത്തിന് അകത്തുള്ളവളാ. നിന്നെ ഒരിക്കലും ഹല്ലേലൂയ ശത്രുവിന്റെ പ്രമാണത്തിലേക്ക്, ശത്രുവിന്റെ നിയമത്തിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയത്തില്ല. നീ യേശുവിന്റെ വകയാ. ആ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവളാ, വിടുതൽ പ്രാപിച്ചവളാ, സംരക്ഷണമുള്ളവനാ. സ്തോത്ര. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നിന്റെ മേൽ കിടക്കുന്ന ചില ചട്ടങ്ങൾ, ചില വിധികൾ ക്രൂശിൽ അവൻ മറച്ചു കളഞ്ഞു, മായ്ച്ചു കളഞ്ഞു. അതിനെ ഹല്ലേലൂയ കീറിക്കളയുവാനിടയായി. എന്നിട്ട് നമ്മുടെ മേൽ ജയത്തോടെ വാണിരുന്ന പൈശാചികനെ ആമേൻ സ്തോത്രം തന്റെ രക്തത്താൽ ജയിച്ച് അവൻ ഹല്ലേലൂയ അടിമത്തത്തിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. പ്രിയരെ, അടുത്ത് പറയുന്നു, ഇത് സമീപസ്ഥരാക്കുന്ന രക്തമാണ്. യേശുവിന്റെ രക്തം നമ്മെ യേശുവിനോട് അടുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഇത് ആമേൻ സ്വത്ര ഇസ്രായേലിനോടും ജാതികളോടുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്നു. അതേ ചട്ടങ്ങളും നിയമങ്ങളും നിയമാവലികളും അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് അന്യപ്പെട്ടിരുന്നു. എന്നാൽ നിങ്ങൾ ദൂരത്തായിരുന്നു. എന്നാൽ യേശു കാൽവരിയിൽ ആ യാഗം ചൊരിഞ്ഞതിലൂടെ ആമേൻ സ്വത്ര പ്രാകാരത്തിനും വെളിയിലും നിൽക്കുവാൻ വിധിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും ഹല്ലേലൂയ യേശുവിനോട് അടുത്തു വരുവാൻ കഴിഞ്ഞു. യേശുവിന്റെ ആമേൻ സ്തോത്രം മകനും മകളുമാകുവാൻ സാധിച്ചു. അത് എങ്ങനെയാ? യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമാണ്. പ്രിയരെ, പാപം നിമിത്തം മുമ്പ് നാം സത്യദൈവത്തിൽ നിന്ന് അകലെയായിരുന്നു. ഇപ്പോഴും ഹല്ലേലൂയ ഇത്രയും സൗഭാഗ്യകരമായ അവസ്ഥയിൽ ആയിരുന്നിട്ടും നമ്മിൽ പലരും സ്തോത്രം ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുകയല്ലേ? ദൈവത്തെ മറന്നു ജീവിക്കുകയല്ലേ? പ്രശ്നത്തിന്റെ ഏറ്റവും അമൂർധന അവസ്ഥയിലായിരുന്നിട്ട് പോലും യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുവാൻ കഴിയാതെ തങ്ങളുടെ ബുദ്ധിയിലും തങ്ങളുടെ ഹല്ലേലൂയ വിവേകത്തിലും മുന്നോട്ട് പോകുന്ന പ്രിയരെ, നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു നഷ്ടമാണ്. നിങ്ങൾ പുറത്തു വരണം.